മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുകയാണ് 5 പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിയമസഭയിൽ വെച്ച് മറ്റു ചില ഏജൻസികൾ കൂടി നേരത്തെ ഈ അന്വേഷണം നടത്തിയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിച്ചു ഏതെല്ലാം ഏജൻസികളാണ് അന്വേഷിച്ചതെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. ഇപ്പോൾ കർണാടക ഹൈക്കോടതി വിധിയിൽ 2021 ജനുവരിയിൽ ED നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 ED ഈ കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യക്തമാണല്ലോ. എന്നിട്ട് എങ്ങനെയാണ് 3 കൊല്ലക്കാലം ഈ ED അന്വേഷണത്തെ മൂടി വച്ചത്? CPMഉം BJPയും തമ്മിലുള്ള ധാരണ പ്രകാരം അല്ലേ ഈ 3 കൊല്ലക്കാലം ഈ സംഭവത്തിൽ എക്സാലോജിക് കമ്പനിയെക്കുറിച്ചുള്ള ED അന്വേഷണം തടസ്സപ്പെട്ടു പോയത്? വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന BJPക്കാർക്കും ആദ്യത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെയാണ് എക്സാലോജിക് കമ്പനി ഈ പണം മുഴുവൻ വാങ്ങിച്ചത്. അതാണ് അതിൻ്റെ കേസ്. യഥാർത്ഥ കേസ് അത് തന്നെയാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു, ഒരു സർവീസും ചെയ്ത് കൊടുക്കാതെ. ഈ കേസ് സംബന്ധിച്ച് ഒരു തെളിവും ഹാജരാക്കാൻ നേരത്തെ ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ അനുമതി നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ വേർഡിക്റ്റ് പുറത്തു വന്നതോടുകൂടി എല്ലാ അവസരങ്ങളും എക്സാലോജിക് കമ്പനിക്ക് നൽകിയിരുന്നു എന്ന് വ്യക്തമായി. അപ്പോൾ ഏതൊക്കെ ഏജൻസികളാണ് യഥാർത്ഥത്തിൽ ഈ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഈ ഹൈക്കോടതി വിധി പറയുന്നുണ്ട്, CMRLന് പുറമെ നിരവധി സ്ഥാപനങ്ങൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പൈസ അയച്ചിരുന്നു എന്ന് എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് വ്യക്തമാണ്. എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വ്യക്തമാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമാണ്. നിരവധി കമ്പനികൾ മാസപ്പടി അയച്ചിരുന്നു. മാസപ്പടി എന്ന് തന്നെ പറയണം. എല്ലാം റെഗുലർലി ഓൾമോസ്റ്റ് എവറി മന്ത് എന്ന മാസപ്പടിയായിട്ട് അയച്ചിരുന്നു. ആ സ്ഥാപനങ്ങൾ CMRL കൂടാതെയുള്ള ആ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ? 4, ഈ എക്സാലോജിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനി ബാങ്ക് അക്കൗണ്ട് വഴി തെളിയിച്ച ഈ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. ഇവർക്ക് മാസപ്പടി കൊടുത്തതിന് പകരമായി ഈ സ്ഥാപനത്തിലേക്ക് പണമയച്ച സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. 5ാമത്തെ ചോദ്യം, CMRLൻ്റെ തന്നെ ഉടമകളുടെ കീഴിലുള്ള NBFC ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി, എംപവർ ഇന്ത്യയിൽ നിന്ന് വലിയ തുക ലോണായി എക്സാലോജിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാകുന്നത് ആ ലോൺ എടുത്ത തുകയിൽ ഗണ്യമായ ഒരു ഭാഗം കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നാണ്. കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. എംപവർ ഇന്ത്യ എന്ന് പറയുന്ന NBFCയിൽ നിന്ന് എക്സാലോജിക് കമ്പനി ലോൺ എടുക്കുന്നു. ഈ CMRLൻ്റെ ഉടമസ്ഥയിൽ തന്നെയുള്ള കമ്പനിയാണ്. പക്ഷേ ലോൺ എടുത്ത ഗണ്യമായ തുക എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ആ പണം എവിടെ പോയി? ഈ 5 കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ഇതാണ് 5 ചോദ്യങ്ങളാണ്, സ്പെസിഫിക് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. ഞങ്ങൾ സൃഷ്ടിച്ചെടുത്ത ചോദ്യങ്ങളല്ല. അന്വേഷണ 5ാമത്തെ ചോദ്യം, എംപവർ ഇന്ത്യ എന്ന് പറയുന്ന NBFCയിൽ നിന്നും എക്സാലോജിക് കമ്പനി വലിയ തുക ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ എടുത്ത തുകയുടെ ഗണ്യമായ ഭാഗം എക്സാലോജിക്കിൽ എത്തിയിട്ടില്ല. എവിടെ പോയി? ബാക്കി പണം എവിടെ പോയി? അതാണ് ചോദ്യം. 5 ചോദ്യം. 5 ചോദ്യവും ഈ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും അവർ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും, അവിടേക്കാണല്ലോ പോയത് കർണാടക ഹൈക്കോടതി, ആ വിധിയിൽ നിന്നും ഉയർന്നു വന്ന 5 സുപ്രധാനമായ ചോദ്യങ്ങളാണ്. ഇവർ തമ്മിലുള്ള ഈ 3 വർഷമായി ഈ സംഭവം അറിഞ്ഞിട്ടും ED അന്വേഷണം എന്തുകൊണ്ട് മരവിപ്പിക്കപ്പെട്ടു, എന്തുകൊണ്ട് മൂടിവെക്കപ്പെട്ടു, എന്ത് ധാരണയാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന CPM നേതൃത്വം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള
സുപ്രധാനമായ ചോദ്യങ്ങൾ. നമുക്കെല്ലാം അറിയാവുന്നത് CMRലാണ്. CMRൽ ഇപ്പോൾ വെറും ഒരു കമ്പനിയായി മാത്രം മാറുകയാണ്. നിരവധി കമ്പനികളാണ്, നിരവധി സ്ഥാപനങ്ങളാണ് ഈ അക്കൗണ്ടിലേക്ക് മാസപ്പടിയായി പണം അയച്ചിട്ടുള്ളത്. ആ കമ്പനികൾ ഏതൊക്കെയാണ്? എന്ത് സൗകര്യമാണ് ഈ പണം അയച്ചതിന് പകരമായി സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് തുടങ്ങിയ സുപ്രധാനമായ 5 ചോദ്യങ്ങൾ മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെടും.